ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 12ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാസ്റ്റ് ടെൻസ് അല്ലേ. പാസ്റ്റ് ടെൻസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ്. അപ്പോൾ നമ്മളിനി പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും നമ്മൾ ഇന്ന് പഠിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താ? പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, പാസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇന്ന് പഠിക്കും. ഇന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുക അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ റൂൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. മനസ്സിലായല്ലോ. ഇതിനകത്ത് ഏത് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും നമുക്കെപ്പോഴും V3 വരുമെന്ന് നമുക്കറിയാം അല്ലേ. V3 ഇതിൽ മസ്റ്റാണ്. കണ്ടിന്യൂസിൽ INGയും പെർഫെക്റ്റ് ടെൻസിനകത്ത് എപ്പോഴും V3. പിന്നെ എന്താ മാറുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് വരും. അവിടെ ഹാഡിൻ്റെ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. ഹാസ് ഓർ ഹാവിൻ്റെ സ്ഥാനത്ത് ഹാഡ് വരും. ബാക്കിയെല്ലാം സെയിം ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ദ പാസ്റ്റ് പെർഫെക്റ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ എ സെർട്ടൻ മൊമെൻറ്റ് ഇൻ ദ പാസ്റ്റ്. ദ പാസ്റ്റ് പെർഫെക്റ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ എ സെർട്ടൻ മൊമെൻറ്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു സെർട്ടൻ മൊമെൻറ്റ്, അതായത് ഒരു പ്രത്യേക സമയത്തിന് മുന്നേ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. അതായത് പാസ്റ്റിലൊരു സമയം എടുക്കുക, ആ സമയത്തിന് മുന്നേ. ഇപ്പം 2024 അല്ലേ. അപ്പം നമുക്ക് 2021 എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയം, 2021 മുന്നേ ഒരു കാര്യം ചെയ്തു എന്ന് നമ്മൾ പറയാൻ നമുക്ക് എന്ത് പറയാം? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുന്നേ ഒരു കാര്യം ചെയ്തു എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് പറയാം. അതായത് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഇൻ 2021. അതല്ല, 2021 മുന്നേ എന്നുള്ള അർത്ഥം വരുമ്പോൾ മാത്രം 2021 ഞാൻ പഠിച്ചു, അതിന് മുന്നേ വേറൊരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ക്ലിയർ ആണോ? ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഐ വെൻറ്റ് ടു ബെഡ്. ഇവിടെ നോക്കൂ. ബിഫോർ ഐ വെൻറ്റ് ടു ബെഡ് ആണ് പാസ്റ്റിലെ ഒരു സമയത്തിന് മുന്നേ, ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ. കണ്ടോ? ഒരു പാസ്റ്റ് ഒന്നിലും ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആവുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു പാസ്റ്റിൻ്റെ പ്രത്യേക സമയത്തിന് മുന്നേ, പാസ്റ്റിലെ ഒരു സമയത്തിന് മുന്നേ നമ്മളൊരു ആക്ഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഐ വെൻറ്റ് ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഞാനൊരു ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? അതായത് ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. 2 ആക്ഷൻ വരുമ്പം ആദ്യത്തെ ആക്ഷൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ എന്തിലും പറയും? സിമ്പിൾ പാസ്റ്റിലും പറയണം. ക്ലിയർ ആണല്ലോ? കണ്ടോ? ഒറ്റ സെൻറ്റൻസിനകത്ത് എപ്പോഴും നമ്മൾ സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. നമ്മൾ സെയിം സെൻറ്റൻസ് തന്നെ ആയിരിക്കും വരിക, സെയിം ടെൻസ് ആയിരിക്കും വരിക. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ്, പ്രസൻറ്റ് ആണെങ്കിൽ പ്രസൻറ്റ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കൂ, നമ്മൾ കണ്ടിന്യൂസിലും ഇതേ സെയിം സാധനം പഠിച്ചു. 2 ആക്ഷൻ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആക്ഷനെ കണ്ടിന്യൂസിലും അതിന് ഇടയ്ക്ക് സംഭവിക്കുന്ന ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിലും പഠിച്ചു. അതുപോലെ ഇവിടെ സിമ്പിൾ പാസ്റ്റും ഓൾമോസ്റ്റ് എല്ലായിടത്തും വരും. ഇവിടെ 2 ആക്ഷൻ നടക്കുമ്പോൾ ആദ്യം നടന്ന ആക്ഷൻ പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഐ ഹാഡ് സീൻ ഹിം ബിഫോർ ഐ മെറ്റ് രാമു. ക്ലിയർ ആണോ? ഇതിനർത്ഥം എന്താ? ഐ ഹാഡ് സീൻ ഹിം ബിഫോർ ഐ മെറ്റ് രാമു. ഞാൻ രാമുവിനെ കാണുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിന് മുൻപ്, രാമുവിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഇവിടെ ആദ്യം നടന്ന സംഭവം എന്താ? ഞാൻ അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതാണ് ആദ്യത്തെ ആക്ഷൻ അല്ലേ. രണ്ടാമത്തെ ആക്ഷൻ ഏതാ? ഞാൻ രാമുവിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ നമ്മൾ എന്ത് പറഞ്ഞു? പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കണം. രണ്ടാമത് നടക്കുന്ന സംഭവം നമ്മൾ എന്തിൽ പറയും? സിമ്പിൾ പാസ്റ്റിൽ പറയും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഹാഡ് സീൻ ഹിം ബിഫോർ ഐ മെറ്റ് രാമു. ഞാൻ രാമുവിനെ മീറ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തെ കണ്ടു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇഫ് 2 ആക്ഷൻസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, ദ ഫസ്റ്റ് ആക്ഷൻ മസ്റ്റ് ഹാവ്
must be used in the past perfect tense and the second action must be used in the simple past tense. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. 2 ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഒരാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരാക്ഷൻ ആദ്യത്തെ ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം. അത് നമ്മൾ നേരത്തെ സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കാര്യം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ദ പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്. ആ സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കത്തുള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഇങ്ങനെ വരത്തുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെ വരത്തുള്ളൂ. ഇങ്ങനത്തെ 2 സെൻറ്റൻസ് തരും. അതിൽ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റും ഒരു സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റും ആയിരിക്കും. നിങ്ങൾ ഇതിനകത്ത് സിമ്പിൾ പാസ്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. നോക്കൂ, ഇത് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇവിടെ നോക്കൂ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇതാണോ ആദ്യം സംഭവിച്ചത്? വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ആണോ ആദ്യം സംഭവിച്ചത്? ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? അപ്പോൾ ആദ്യം സംഭവിച്ചത് ഏതാ? ട്രെയിൻ പോയി എന്നുള്ളതല്ലേ. അപ്പം ഇത് കണ്ടോ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അത് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നു. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ, ഞാൻ എത്തിയപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിച്ചു. ക്ലിയർ ആണല്ലോ. ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി I had done my exercise when he came to see me. I had done my exercise when he came to see me. നോക്കൂ, അവൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം ഏതാ? അവൻ കാണാൻ വന്നതാണോ ആദ്യം നടന്നത്? എക്സർസൈസ് ചെയ്താണോ ആദ്യം വന്നത്? ആദ്യം അവൻ കാണാൻ വന്നപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ചെയ്തത് ഏതാ? എക്സർസൈസ് അല്ലേ. അപ്പം അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കും. ഐ ഹാഡ് ഡൺ മൈ എക്സർസൈസ് വെൻ ഹി കെയിം ടു സീ മി. കണ്ടോ, ഐ ഹാഡ് ഡൺ മൈ എക്സർസൈസ് ആദ്യത്തെ ആക്ഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. വെൻ ഹി കെയിം ടു സീ മി, അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. അവൻ എന്നെ കാണാൻ വന്നപ്പോൾ. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഐ ഹാഡ് റിട്ടേൺ ദ ലെറ്റർ ബിഫോർ ഹി അറൈവ്ഡ്. നോക്കൂ, അവൻ വരുന്നതിന് മുന്നേ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നടന്ന സംഭവം അതാ, ലെറ്റർ എഴുതിയതാ. അവൻ വന്നത് രണ്ടാമത്തെ കാര്യം. അപ്പം സിമ്പിൾ പാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പാസ്റ്റ് രണ്ടാമത്തെ കാര്യത്തിനും ആദ്യത്തെ കാര്യത്തിന് പാസ്റ്റ് പെർഫെക്റ്റും. ക്ലിയർ ആണല്ലോ. ഐ ഹാഡ് റിട്ടേൺ ദ ലെറ്റർ പാസ്റ്റ് പെർഫെക്റ്റ് ബിഫോർ ഹി അറൈവ്ഡ് സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ ആണല്ലോ. എക്സാമിന് ഒന്നുകിൽ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ, വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റിൽ ഒന്നുകിൽ ഹാഡ് ലെഫ്റ്റ് ഡാഷ് തരും, അവിടെ ഡാഷ് തരും, എന്നിട്ട് നിങ്ങൾ ഹാഡ് ലെഫ്റ്റ് എന്ന് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ വെൻ ഐ റീച്ച്ഡ് ആ ഭാഗത്ത് ഡാഷ് തരും, എന്നിട്ട് ഹാഡ് ലെഫ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റും ആദ്യത്തെ സംഭവത്തിനകത്ത് ആദ്യത്തെ ആക്ഷന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത്തെ ആക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റും കൊടുക്കണം. പക്ഷേ ആക്ഷൻ ആദ്യം സെൻറ്റൻസിൻ്റെ ആദ്യമല്ല, ആദ്യം വരുന്നത് നോക്കിയിട്ടല്ല നമ്മൾ കൊടുക്കേണ്ട. ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. ആദ്യത്തെ സെൻറ്റൻസിൽ ആദ്യം നമ്മൾ കൊടുത്തേക്കുന്നത് സിമ്പിൾ പാസ്റ്റാണ്. രണ്ടാമത് കൊടുത്തേക്കുന്നത് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ്. സെൻറ്റൻസിൻ്റെ ആദ്യത്തിലല്ല നമ്മൾ പറയുന്നത്, ആക്ഷൻ്റെ ആദ്യം. ഏത് ആക്ഷനാണോ ആദ്യം നടന്നത് അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസും രണ്ടാമത്തെ സെൻറ്റൻസും ഒന്ന് നോക്കൂ. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസോ ഐ ഹാഡ് ഡൺ മൈ എക്സസൈസ് പാസ്റ്റ് പെർഫെക്റ്റ്. സെൻറ്റൻസ് എവിടെ വരുന്നു എന്നുള്ളതല്ല. അപ്പോൾ ആദ്യത്തെ ക്ലോസിൽ വന്നാലും രണ്ടാമത്തെ ക്ലോസിൽ വന്നാലും ആദ്യത്തെ ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസിൽ നമുക്കെപ്പോഴും ING വരുമെന്നറിയാം അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ റൂളൊന്ന് നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ബിഫോർ എ സെർട്ടൻ പോയിന്റ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂഡ് അപ് ടു ദാറ്റ് ടൈം. നോക്കൂ, ഇവിടെ നോക്കൂ. ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ബിഫോർ എ സെർട്ടൻ പോയിന്റ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂഡ് അപ് ടു ദാറ്റ് ടൈം. അതായത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്താ പഠിച്ചത്? നമ്മൾ രണ്ട് ആക്ഷൻ നടക്കുമ്പം ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണെങ്കിൽ അതിനെ നമുക്ക്
പാസ്റ്റ് കണ്ടിന്യൂസും അതിനിടയ്ക്ക് ഒരു ആക്ഷൻ നടക്കണം, അതിന് സിമ്പിൾ പാസ്റ്റിലും പഠിച്ചു അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരു പാസ്റ്റ് സംസാരിക്കുമ്പോൾ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണെങ്കിൽ അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പഠിച്ചു. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എവിടെ ഉപയോഗിക്കേണ്ടത് നോക്കൂ. ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി കുറേ സമയം നീണ്ടു നിന്നിട്ട് പിന്നെ പാസ്റ്റിൽ തന്നെ അവസാനിക്കണം. അപ്പം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. അതായത് ഒരു ആക്ഷൻ തുടങ്ങിയിട്ട് കുറേ സമയം കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ആവണം, പാസ്റ്റിൽ തന്നെ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തെറ്റിക്കരുത്, ഡൗട്ട് വരരുത്. ക്ലിയർ ആണല്ലോ? എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം നടക്കുവാണെങ്കിൽ അതിൻ്റെ കംപ്ലീഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും പറയാം. ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു എന്ന് പറയുന്നത് അതിനെ കംപ്ലീറ്റഡ് ആക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടില്ല, അത് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം, അതിന് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലും പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സാമ്പിൾസ് നോക്കൂ. അറ്റ് ദാറ്റ് ടൈം ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ 2 months. നോക്കൂ, അറ്റ് ദാറ്റ് ടൈം ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് അതായത് പാസ്റ്റിലൊരു സമയമാണ്. പാസ്റ്റിലൊരു സമയത്ത് തുടങ്ങിയിട്ട് ഒരു പാസ്റ്റിലെ സമയം വരെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു അല്ലേ. അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത്, അതായത് ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ടോ, ആ സമയത്ത് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ 2 months. 2 മാസമായി അവൻ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയമായപ്പോഴേക്കും അതായത് ഒരു ആക്ഷൻ ഒരു സമയത്ത് തുടങ്ങി, 2 മാസം മുന്നേ തുടങ്ങി, ആ സമയം ആയപ്പോഴത്തേനും 2 മാസം കംപ്ലീറ്റ് ആയി, നോവൽ എഴുതി കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അറ്റ് ദാറ്റ് ടൈം ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ 2 months. അദ്ദേഹം ആ നോവൽ എഴുതാൻ തുടങ്ങിയിട്ട് 2 മാസം ആയിരുന്നു ആ സമയമായപ്പോൾ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി when Mr. Mukherjee came to the school in 1995, when Mr. Mukherjee came to the school in 1995 മിസ്റ്റർ മുഖർജി സ്കൂളിൽ വന്നപ്പോൾ മിസ്റ്റർ ആനന്ദ് ഹാഡ് ഓൾറെഡി ബീൻ ടീച്ചിങ് ദെയർ ഫോർ 5 years. അതായത് കണ്ടോ, 1995 മിസ്റ്റർ മുഖർജി സ്കൂളിൽ വന്നപ്പോൾ മിസ്റ്റർ ആനന്ദ് എന്തായിരുന്നു? ആനന്ദ് ഹാഡ് ഓൾറെഡി ബീൻ ടീച്ചിങ് ദെയർ ഫോർ 5 years. 5 വർഷങ്ങളായി അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുവരെ. അതായത് 1995 ആയപ്പോഴത്തേനും അദ്ദേഹം 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിപ്പീരിൻ്റെ. ക്ലിയർ ആണല്ലോ? പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് 5 വർഷങ്ങളായി അദ്ദേഹം അവിടെ പഠിപ്പിക്കുമായിരുന്നു 1995 വരെ ആയപ്പോഴേക്കും. അതായത് 91 തുടങ്ങി 95 വരെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം. ക്ലിയർ ആയോ? വെൻ മിസ്റ്റർ മുഖർജി കെയിം ടു ദ സ്കൂൾ ഇൻ 1995, അതായത് പാസ്റ്റ് ടൈം എന്താ തന്നേക്കുന്നത്? 1995 മുഖർജി അവിടെ വന്നപ്പോഴത്തേനും. ക്ലിയർ ആണല്ലോ? മിസ്റ്റർ ആനന്ദ് ഹാഡ് ഓൾറെഡി ബീൻ ടീച്ചിങ് ദെയർ ഫോർ 5 years. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ആദ്യത്തെ ആക്ഷൻ എന്തായിരുന്നു? ഒരു പാസ്റ്റ് 1995 പാസ്റ്റ് ആക്ഷൻ ആ സമയം ആയപ്പോഴത്തേനും ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുകയാണ്. ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി. പാസ്റ്റിൽ എപ്പോഴാണ് തുടങ്ങിയത്? 1990 തുടങ്ങി, 91 തുടങ്ങി. ആനന്ദ് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് കണ്ടിന്യൂസ് ആക്ഷൻ. 91 പഠിപ്പിക്കാൻ തുടങ്ങി, 95 വരെ അവസാനിച്ചു. അതിനെ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? സിമ്പിൾ പാസ്റ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് 3 പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെയും നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും ഓൾമോസ്റ്റ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ അധികം ചോദിക്കാറില്ല. പാസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ചോദിക്കുക. ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. ഡിഗ്രി ലെവലുകാർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിച്ച വെച്ചിട്ട് നമുക്ക് ഒരു 5 മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്ലിയർ ആണോ? ഇനി ഹി താങ്ക്ഡ് മീ ഫോർ വാട്ട് ഐ ഡാഷ്. നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. ഹാവ് ഡൺ, ഹാഡ് ഡൺ, ഹാവ് ബീൻ ഡൂയിങ്. ഇവിടെ നോക്കൂ, ഹി താങ്ക്ഡ് മീ ഫോർ വാട്ട് ഐ ഡാഷ്. ഞാനൊരു കാര്യം ചെയ്തതിന് വേണ്ടി അവൻ താങ്ക്സ് പറഞ്ഞു അല്ലേ? അവൻ താങ്ക്സ് പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം നടന്നത് എന്താ? ഞാനൊരു കാര്യം ചെയ്തതല്ലേ. അപ്പോൾ 2 കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ ആക്ഷൻ നമ്മൾ എന്തിൽ പറയും? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്താ? നമ്മൾ ഇന്ന് പഠിച്ചതാണ്. ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ഇവിടെ ഒന്നേ ഉള്ളൂ. ഹാഡ് ഡൺ ആണ് ആൻസർ എന്താ? ഹാഡ് ഡൺ. പിന്നെ ഹി താങ്ക്ഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് ടെൻസ് വരത്തില്ല എന്ന് നമുക്കറിയാം.
അല്ലേ? ഇപ്പം ഹി താങ്ക്ഡ് വന്നുകൊണ്ട് പ്രസന്റ് ടെൻസ് വരത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഹാവ് ഡണ്ണും ഹാവ് ബീൻ ഡൺ ഡൂയിങ്ങും എലിമിനേറ്റ് ചെയ്തും നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ വി വെൻ ടു ദ സിനിമ ദ ഫിലിം ഡാഷ്. നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. ഓൾറെഡി സ്റ്റാർട്ടഡ്, ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്, വുഡ് ഓൾറെഡി സ്റ്റാർട്ട്. നോക്കൂ, ഇവിടെ എന്താ വരുന്നത്? വെൻ വി വെൻ ടു ദ സിനിമ ദ ഫിലിം. ഇവിടെ എന്താ ആദ്യത്തെ ആക്ഷൻ? എന്താ? ദ ഫിലിം ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്, അല്ലേ? ഫിലിം തുടങ്ങിയതല്ലേ ആദ്യം. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും, സിനിമ ഹാളിൽ എത്തിയപ്പോഴത്തേനും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സംഭവം ഇതാ, ദ ഫിലിം ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഇവിടെ സ്ട്രക്ചർ അനുസരിച്ച് ഒരു ആൻസർ മാത്രമേ കിട്ടുന്നുള്ളൂ, ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്താ? ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഫോർ ഹാഫ് ആൻ അവർ വെൻ ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് ടു റെയിൻ. നോക്കൂ, അരമണിക്കൂറായി ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊരു ടൈം തന്നിട്ടുണ്ടല്ലോ ഇവിടെ, അല്ലേ? പാസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. അരമണിക്കൂർ മുന്നേ തുടങ്ങി അരമണിക്കൂറിൽ തീർന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മഴ തുടങ്ങിയപ്പോൾ ഒരു ആക്ഷൻ തുടങ്ങിയിട്ട് ഇവിടെ ഒരു ആക്ഷൻ അവസാനിച്ചു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കൂ. ഹാവ് വാക്ക്ഡ്, ഹാവ് ബീൻ വാക്കിംഗ്, ഹാഡ് ബീൻ വാക്കിംഗ്. നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി കുറേ സമയം കണ്ടിന്യൂ ചെയ്തിട്ട് പാസ്റ്റിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ റൂളുമായിട്ട് എന്താ? സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. കറക്റ്റാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഓബ്ജക്റ്റ് അല്ലെങ്കിൽ അതേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെ വരുമ്പം ഹാഡ് ബീൻ വരുന്ന ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. ഹാവ് വാക്ക്ഡും ഹാവ് ബീൻ വാക്കിങ്ങും വരത്തില്ല. ഇവിടെ നമുക്ക് സഡൻലി സ്റ്റാർട്ടഡ് ടു റെയിൻ എന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസേ വരുള്ളൂ. എന്നിട്ടും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും, ഹാഡ് ബീൻ വാക്കിംഗ് എന്ന് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കുറേ നേരം കണ്ടിന്യൂസ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്കതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഹാഡ് ബീൻ വാക്കിംഗ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡിഡ് യു തിങ്ക് യു ഡാഷ് മീ സംവെയർ ബിഫോർ. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഡ് യു തിങ്ക് നമുക്ക് സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് പഠിച്ചാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഡാഷ് മീ സംവെയർ ബിഫോർ, എവിടെയെങ്കിലും മുമ്പേ കണ്ടിട്ടുള്ളതായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ആക്ഷൻ ഉണ്ടല്ലേ. നോക്കൂ എന്തൊക്കെയാ? ഡിഡ് യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായി. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ ഏതാ? ഇവിടെ ആദ്യത്തെ ആക്ഷൻ ഏതാ വരിക? യു ഡാഷ് മീ സംവെയർ ബിഫോർ, അല്ലേ? എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ ഡിഡ് യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആൻസർ എന്താ? ഹാഡ് സീൻ. ഡിഡ് യു തിങ്ക് യു ഹാഡ് സീൻ മീ സംവെയർ ബിഫോർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറെ ഇത് നോക്കിയാലും ഇത് കണ്ടിന്യൂസിൽ വരത്തില്ല. സി എന്നുള്ള വാക്ക് കണ്ടിന്യൂസിൽ വരത്തില്ലാത്തതുകൊണ്ട് വെയർ സീയിങ് വരത്തില്ല. ഹാവ് സീൻ വരത്തില്ല. എന്തുകൊണ്ട്? ഡിഡ് വന്നതുകൊണ്ട്, സിമ്പിൾ പാസ് ആയതുകൊണ്ട് ഹാവ് സീൻ വരത്തില്ല. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തും നമുക്ക് ഈ ആൻസറിലോട്ട് എത്താൻ പറ്റും. മാക്സിമം നമ്മൾ നമ്മുടെ പഠിച്ചെയ്ത് വെച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ എലിമിനേഷൻ റൗണ്ട് എങ്ങനെയെങ്കിലും ആൻസർ കണ്ടെത്തുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ആഫ്റ്റർ ഷീ ഡാഷ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻറ്റ് ടു ഡിന്നർ. ആഫ്റ്റർ ഷീ ഡാഷ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻറ്റ് ടു ഡിന്നർ. ഇവിടെ നോക്കൂ, ആഫ്റ്റർ ഷീ ഡാഷ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻറ്റ് ടു ഡിന്നർ. അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഡിന്നറിനോട്ട് പോയി. ഹാസ് ഫിനിഷ്ഡ് വരുമോ, ഹാവ് ഫിനിഷ്ഡ് വരുമോ, ഹാഡ് ഫിനിഷ്ഡ് വരുമോ? ഇപ്പം നമുക്ക് 2 രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാം. 2 ആക്ഷൻ നടക്കുമ്പോൾ ആദ്യം നടന്ന ആക്ഷൻ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും പറയും. അങ്ങനെ വരുമ്പോൾ ആഫ്റ്റർ ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ വർക്ക് വരും. ഷീ വെൻറ്റ് ടു ഡിന്നർ. ഡിന്നറിന് പോകുന്നതിന് മുന്നേ അവൾ എന്ത് ചെയ്തു? അവളുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴും നമുക്ക് ആൻസർ കിട്ടും, ഹാഡെന്ന് കിട്ടും. അല്ലാത്ത പക്ഷം നമുക്കിവിടെ നോക്കൂ, ഷീ വെൻറ്റ് ടു ഡിന്നർ ആണ്, അല്ലേ? വെൻറ്റ് വന്നതുകൊണ്ട് നമുക്കിവിടെ ഹാസും ഹാവും വരത്തില്ല എന്ന് നമുക്കറിയാം, ഹാഡേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പം നിങ്ങൾക്ക്
പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നിങ്ങൾ നല്ലോണം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് തന്നതിൻ്റെ കാര്യം ക്വസ്റ്റ്യൻസ് കൂടുതലും പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നായിരിക്കും വരിക. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഈ റൂൾ നിങ്ങൾ മറക്കരുത്. 2 കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ആദ്യത്തെ കാര്യം പ്രസൻറ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റിലും വരുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും സമയം ശ്രദ്ധാപൂർവ്വം കേട്ടതിന് താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ.